1971 നവംബർ 24. സമയം 2:50. US പോർട്ട്ലൻഡ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും നോർത്ത് വെസ്റ്റ് ഓറിയന്റ് എയർലൈൻസിന്റെ ഫ്ലൈറ്റ് നമ്പർ 305 എന്ന ബോയിങ് 727 വിമാനം പറന്നുയർന്നു. സിയാറ്റിലേക്ക് വെറും 30 മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന വളരെ ചെറിയൊരു യാത്രയായിരുന്നു അത്. പറന്നുയർന്ന് അല്പസമയത്തിനകം വിമാനത്തിന്റെ ഏറ്റവും പിൻനിരയിലെ 18 സീറ്റിലിരുന്ന വ്യക്തി എയർ ഹോസ്റ്റസിനെ അടുത്തേക്ക് വിളിച്ചു. ഫ്ലോറൻസ് ഷാഫ്നർ എന്നായിരുന്നു ആ എയർ ഹോസ്റ്റസിന്റെ പേര്. എന്റെ പേര് ഡാൻ കൂപ്പർ എന്നാണ് അയാൾ സ്വയം പരിചയപ്പെടുത്തി. എന്നിട്ട് ചെറിയൊരു കുറിപ്പ് അവരുടെ കൈകളിലേക്ക് നൽകി. 23-കാരിയായ എയർ ഹോസ്റ്റസ് അയാൾ തന്നോട് ഫ്ലിർട്ട് ചെയ്യുകയാണ് എന്നാണ് കരുതിയത്. അതുകൊണ്ട് തന്നെ അവർ നോട്ട് വായിക്കാൻ കൂട്ടാക്കിയില്ല. ഇത് കണ്ട കൂപ്പർ ആ എയർ ഹോസ്റ്റസിനെ വീണ്ടും അരികിലേക്ക് വിളിച്ചു. എന്റെ കയ്യിലൊരു ബോംബുണ്ട്, നിങ്ങൾ ആ നോട്ട് വായിക്കൂ, അയാൾ പറഞ്ഞു. ഇത് കേട്ട ഉടൻ തന്നെ അവർ ആ കുറിപ്പ് വായിച്ചു. അതിൽ വടിവൊത്ത അക്ഷരത്തിൽ എഴുതിയത് ഇപ്രകാരമായിരുന്നു: മാഡം, എന്റെ സ്യൂട്ട് കേസിൽ ഒരു ബോംബുണ്ട്, താങ്കൾ ദയവായി എന്റെ അടുത്തിരിക്കൂ. ഇത് വായിച്ച ഷാഫ്നർ ഉടൻ തന്നെ കൂപ്പറിന്റെ അടുത്തിരുന്നു. ആ വിമാനത്തിലെ മറ്റു യാത്രക്കാർക്കൊന്നും ആ സംഭവത്തെപ്പറ്റി യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. പിന്നീട് അവിടെ നടന്നത് സിനിമാ കഥകളെ പോലും വെല്ലുന്ന ട്വിസ്റ്റുകൾ നിറഞ്ഞ നാടകീയമായ സംഭവങ്ങളായിരുന്നു. നമ്മുടെ വ്യോമയാന ചരിത്രത്തിൽ നിരവധി പ്ലെയിൻ ഹൈജാക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതുവരെയും തെളിയിക്കപ്പെടാത്ത ഒരേയൊരു കേസായി DB കൂപ്പർ എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട ഡാൻ കൂപ്പർ എന്ന വ്യക്തി നടത്തിയ ഹൈജാക്ക് മാറി. ആരായിരുന്നു DB കൂപ്പർ? എന്താണ് അന്ന് ആ വിമാനത്തിൽ സംഭവിച്ചത്? ഡാൻ കൂപ്പർ എങ്ങനെയാണ് DB കൂപ്പർ ആയത്? ഈ സംഭവത്തെക്കുറിച്ച് ഒരു ഫുൾ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക.